ഞാൻ വിളിക്കാം. എന്നോടാ കേസു? ഒന്നുമില്ല ചായ്. ഈ മറ്റേ ഈ തിരുവാങ്കുളം വരെ ഒന്ന് എനിക്ക് പോണം. ഇപ്പൊ പോവും ഞാൻ. ഇല്ല, ഇന്ന് പോവും. തിരുവാങ്കുളത്തോ? എന്തിന്? ഈ മറ്റേ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വരണുണ്ട് അമ്മ. അപ്പൊ അങ്ങനെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി എനിക്ക് തിരുവാങ്കുളം വരെ പോകേണ്ടി വരും. നീ എന്തോടാന്ന് വിരളുന്നത്? വിരളുന്ന എന്തുവാ? ഞാൻ വിരളുന്നൊന്നുമില്ല. അത് ഈ ചൂടായിട്ടേ കുത്തണ് അവിടെ ഇവിടെയൊക്കെ. അങ്ങനെ ഇങ്ങനെ നിന്നെയാ. கொஞ்சம் பாரு. എന്തുവാ? உனக்கு உடம்பு சரியில்லையா? അമ്മ വിശർക്കുതമ്മാ. ഇല്ല, അത് ചൂടിന്റെ. എന്നാ ഇപ്പം തിരുവാങ്കുളത്തൊന്നും പോവണ്ട. കാരണം വീട്ടിൽ കുത്തിരി നല്ല വെയിലും ചൂടുവാ. അത് പറ്റില്ല, എനിക്ക് തിരുവാങ്കുളത്ത് പോയാൽ പറ്റുള്ളൂ. അമ്മൂമ്മക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. അമ്മൂമ്മ വീട്ടിൽ കയറി പോയെ. അത് ആ സാധനം എടുത്തിട്ട് വീട്ടിൽ കയറിപ്പോ. നീ എന്തിനാ ആജ്ഞാപിക്കുന്നേ? നിലത്ത് നില്ല്. ഞാനിവിടെ ആജ്ഞാപിച്ചൊന്നും ഇല്ല. എന്റെ പൊന്നമ്മൂമ്മ കടകാട്ടി ഒന്നും വീട്ടിൽ കയറി പോവോ? ഞാൻ എടുക്കട്ടമ്മ. പോ അമ്മൂമ്മ, ചെല്ല്. നിജമാ ചൊല്ല്. ഒന്നുമില്ല, പോ. നിങ്ങക്ക് നടക്കാൻ വയ്യ അമ്മൂമ്മ. ചെല്ലമ്മൂമ്മ. അകത്ത് ആരൊക്കെയൊക്കെ പാറും തിരക്കുണ്ട്. എനിക്ക് വയ്യപ്പോ. ഹലോ മെർലിനെ, ഞാൻ വരുമെന്ന് പറഞ്ഞാൽ ഞാൻ വന്നിരിക്കും. താൻ ഇറങ്ങി വരുമല്ലോ അല്ലേ? ഇന്ന് വൈകിട്ട് വരും ഞാൻ. ശരി. എന്താടാ അതിന്റെ പ്രശ്നം? എന്താണ് പമ്പം കണ്ട പെരിച്ചായ പോലെ നിക്കണേ? എന്ത് ചേച്ചി, ഞാൻ ഇപ്പം വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. ചേച്ചി എന്നെ കൈവിടല്ലേ? എന്റെ പൊന്നു മോനെ, നിന്റെ അളിയനാണേ സത്യം. സിദ്ധു 5ന്റെ പൈസ അയച്ചു തന്നിട്ടില്ല. എന്റെ കയ്യിലുണ്ടായിരുന്ന പൈസ ആണെങ്കിൽ ആ ഡേ കെയറിൽ ഇറങ്ങി പോവുകയും ചെയ്തു. ചേച്ചി, പൈസ ഒന്നുമല്ല. പൈസ അല്ലേ? എന്നാ നീ പറ. ഞാൻ പേടിച്ചോലെ തന്നെ സംഭവിച്ചു. യേശുവേ, റിസൾട്ട് വല്ലതും വന്നാ? സെം ബാക്ക് ആയാ? ഇയർ ബാക്ക് ആയാ? നിന്നെ സസ്പെൻഡ് ചെയ്ത് ഡിസ്മിസ് ചെയ്ത് എന്താ പറ്റിയേ? അതൊന്നുമല്ല. പറ. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ എടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങൾക്കും ഞാൻ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ തേടിയിട്ടുണ്ട്. അത് ഞാൻ മാനിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ചെയ്യാൻ പോണ കാര്യത്തിന് നിങ്ങൾ എത്ര പറ്റൂല അല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞാലും അതിന് നിർവാഹമില്ല. എന്നെ കൊണ്ടൊന്നും പറ്റൂല. ഞാൻ ചെയ്തേ പറ്റൂല. നല്ല കഥാപ്രസംഗം, പക്ഷേ കൊള്ളത്തില്ല. എവിടെ പരിപാടി? കോളേജിലാ? ചേച്ചി, ഇന്നേ വരെ ഞാൻ എൻ്റെ ജീവിതത്തിലുള്ള എൻ്റെ എല്ലാ വഴിത്തിരിവുകൾക്കും അവിടെ ഒരു സാക്ഷിയായിട്ടും എനിക്കൊരു കൈത്താങ്ങായിട്ട് നിന്നിട്ടുള്ള ചേച്ചി മാത്രമാണ്. എന്റെ പൊന്നു മോനെ, ഞാൻ എപ്പോഴും വേണ്ടാന്ന് വെക്കും, പക്ഷെ അറിയാതെ പെട്ടു പോണതാ. നീ കാര്യം പറ. ചേച്ചി എന്നെ ഈ കാര്യത്തിൽ കൈവിടരുത്. കൂടെ കാണൂലേ? കാര്യം പറ. എന്താണ്? മെർലിൻ വിളിച്ചായിരുന്നു. അന്ന് അവക്ക് വന്നൊരു ആലോചന ഇല്ലായിരുന്നു. ആ ആലോചന പിന്നെയും വന്ന് അവളുടെ അപ്പ അത് ഉറപ്പിച്ച്. അവളുടെ മനസ്സമ്മതമാണെന്ന്. അങ്ങനെ ഒരു വള്ളി ഒഴിഞ്ഞുപോയി. സമാധാനായി. ഞാൻ ഇന്ന് വൈകിട്ട് അവളെ പോയി വിളിച്ചോണ്ട് വരും വീട്ടിലോട്ട്. ശിവ, നീ കൈവിടല്ലേ? പിന്നെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.